കാസർഗോഡ് മദ്രസ അധ്യാപകൻ റിയാസ് മൗലവി കൊലപാതക കേസിൽ 3 പ്രതികളെയും ഇപ്പോൾ കോടതി വെറുതെ വിട്ടു. കേളുകുട സ്വദേശികളായ RSS പ്രവർത്തകർ രാജേഷ്, അഖിലേഷ്, നിതിൻ കുമാർ എന്നിവരെയാണ് കാസർഗോഡ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വെറുതെ വിട്ടത്. CK വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. CK, അപ്പീൽ പോകുമെന്ന് ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റി അറിയിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ 2017 നടന്ന സംഭവം 3 ദിവസത്തിനകം അന്ന് തന്നെ പ്രതികളെ പിടികൂടിയിരുന്നു. പക്ഷേ 7 വർഷത്തോളം അവർക്ക് ജാമ്യം ലഭിച്ചിരുന്നില്ല. എവിടെയാണ് പ്രോസിക്യൂഷന് വീഴ്ച പറ്റിയത്, അല്ലെങ്കിൽ എന്താണ് സംഭവം? അതിൽ കൂടുതൽ ക്ലാരിറ്റി വരേണ്ടതുണ്ട് ഇപ്പോഴും. തീർച്ചയായും ഉണ്ട്. അന്ന് തന്നെ പോലീസ് അല്ലെങ്കിൽ അന്വേഷണ സംഘം കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിലൊരു കേസിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടില്ല എന്നാണ്. അതായത് ഈ റിയാസ് മൗലവിയെ കൊല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടി ആസൂത്രണം ചെയ്ത് ആയുധങ്ങളുമായി പോയി അദ്ദേഹത്തെ കൊലപ്പെടുത്തി എന്നല്ല ഈ കേസുള്ളത്. കാരണം ഈ റിയാസ് മൗലവിയുമായി ഈ പ്രതികൾക്ക് യാതൊരു ബന്ധവുമില്ല, കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, പരിചയം പോലുമില്ല. അത്തരത്തിലുള്ള ഒരാളെ കൊലപ്പെടുത്തുന്നതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയും ഇല്ല. പ്രതികൾ RSSകാരാണ്. റിയാസ് എന്ന് പറയുന്നത് അവിടുത്തെ പള്ളിയിലെ ഒരു മൗലവിയുമാണ്. പക്ഷേ ഈ മാർച്ച് ഈ സംഭവം നടക്കുന്നതിന്, കൊലപാതകം നടക്കുന്നതിന് 2 ദിവസം മുൻപ് അവിടെ നടന്ന ഒരു ഷട്ടിൽ ടൂർണമെൻറ്റുമായി ഏതാനും ചെറുപ്പക്കാർക്കുണ്ടായ പ്രശ്നമാണ് പിന്നീട് കറങ്ങിത്തിരിഞ്ഞ് ഈ രീതിയിലൊരു കൊലപാതകത്തിലേക്ക് എത്തിയത്. ഇവർ മദ്യപിച്ചും അതോടൊപ്പം തന്നെ ലഹരിക്കും അടിമകളായ ആൾക്കാരാണ് എന്നുവരെയായിരുന്നു അന്ന് പോലീസിൻ്റെ അന്വേഷണത്തിലും മറ്റും കണ്ടെത്തിയത്. നേരത്തെ ആര്യ പറഞ്ഞതുപോലെ തന്നെ 90 ദിവസത്തിനകം കുറ്റപത്രം കൊടുത്തിട്ടുണ്ട്. 1000 പേജുള്ള കുറ്റപത്രമാണ്. അതിൽ 100ഓളം സാക്ഷികളുണ്ട്. DNA ഉൾപ്പെടെയുള്ള എല്ലാ ശാസ്ത്രീയ പരിശോധനകളും നടന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള അന്വേഷണങ്ങളെല്ലാം തന്നെ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ പ്രഗത്ഭനായ ക്രൈംബ്രാഞ്ചിൻ്റെ SP ശ്രീനിവാസാണ് ഈ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതുൾപ്പെടെ. പക്ഷേ പ്രോസിക്യൂഷൻ എവിടെയാണ് പരാജയപ്പെടുന്നത് എന്ന് പ്രാഥമികമായി നമ്മൾ വിലയിരുത്തുമ്പോൾ മനസ്സിലാകുന്നത് ഇത്തരത്തിലൊരു ഗൂഢാലോചന ആ കേസിൽ ഉണ്ടായിട്ടില്ല. റിയാസ് മൗലവിയെ ഏതെങ്കിലും രീതിയിൽ വധിക്കണം എന്ന് ആഗ്രഹത്തോടു കൂടിയോ ആസൂത്രണത്തോടു കൂടിയോ അല്ല പ്രതികൾ ഈ മദ്രസയിലെത്തുകയോ വെട്ടുകയോ കൊലപ്പെടുത്തുകയോ ചെയ്തത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതായത് ഒരു ഗൂഢാലോചന ആ കേസിൽ ഉണ്ടായിട്ടില്ല, ബോധപൂർവമായ ഒരു കൊലപാതകം അല്ല എന്ന ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ കോടതി എത്തിയിട്ടുള്ളത് എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. ഏതായാലും വിധിയുടെ മറ്റ് വിശദാംശങ്ങൾ വന്നു കഴിഞ്ഞാൽ കുറെ കൂടി കാര്യങ്ങൾ വ്യക്തമാകും. എങ്കിൽ കൂടിയും ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, ഒരു മൗലവി, അദ്ദേഹത്തിൻ്റെ തൊഴിലിൻ്റെ ഭാഗമായി ഒരു പള്ളിയിൽ എത്തുകയും ആ പള്ളിയിൽ അവിടെ താമസിച്ച് അവിടെ കുട്ടികളെ വിദ്യാഭ്യാസം നടത്തുകയും ചെയ്യുന്ന ഒരു റിയാസ് മൗലവി എന്ന് പറഞ്ഞ ഒരു യുവാവിനെ ഒരു ദിവസം അപ്രതീക്ഷിതമായ ഒരു സംഘം ആൾക്കാർ കാര്യത്തിൽ കോടതിയിൽ നിന്നുള്ള വിശദാംശങ്ങൾ കൂടുതൽ വരുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും. എന്തായാലും അപ്പീൽ പോകുമെന്ന് ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നുണ്ട്.